കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുന്നു. ഈ കർത്തൃ ദിവസത്തിൽ നാം ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസം കൊണ്ട് ദൈവത്തിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം അവസരം നൽകി. വിവാസ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. സ്തോത്രം. മനുഷ്യൻ്റെ പരിപാടിയല്ല, ദൈവം തമ്പുരാൻ്റെ പരിപാടി. ഉപവാസം ശരീരത്തിന് വളരെ ക്ഷീണം ഉണ്ടാകും, ബലഹീനത ഉണ്ടാകും. പക്ഷേ നമ്മുടെ അകത്ത മനുഷ്യനെ ദൈവം ബലപ്പെടുത്തും. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിൽ ദൈവം മറുപടി നൽകട്ടെ. സങ്കീർത്തനങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഹോമയാഗം അവൻ കൈക്കൊള്ളട്ടെ. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കട്ടെ. മറ്റൊരു കാര്യം നടന്ന സ്നാനമാണ്. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അവസരം ദൈവം നൽകി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. ദൈവനെ അനുഗ്രഹിക്കട്ടെ. അതിനെ പ്രേരണ നൽകിയ പ്രാർത്ഥിച്ചതായ ദൈവദാസനം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പുതിയ ദൈവസഭയ്ക്ക് 2 കർമ്മങ്ങൾ ദൈവം വച്ചിട്ടുണ്ട്. 2 കർമ്മങ്ങൾ. അതിലൊന്നാണ് സ്നാനം, മറ്റൊന്ന് തിരുമേശ. പുതിയ ദൈവസഭയ്ക്ക് 2 കർമ്മങ്ങളുണ്ട്. അതിലൊന്ന് സ്നാനവും മറ്റൊന്ന് തിരുമേശയും. അതുകൊണ്ട് തിരുമേശയെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ സംസാരിച്ചിട്ട് ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ തിരുമേശ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിനെ ആയുസിന്റെ അന്ത്യം വരെ മറക്കാതിരിക്കുവാൻ ഓർമ്മയ്ക്ക് വേണ്ടി, ഇതെന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യും. അപ്പൊ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഓർത്തുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. പിന്നെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വളരെ ശ്രദ്ധിക്കുക. എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. അർത്ഥം യേശുവിനെ നോക്കാനാ പറഞ്ഞേക്കുന്നത്. യേശുവിനെ നോക്കുക. ചുമ്മാ നോക്കിയ പോരാ, ശ്രദ്ധിച്ചു നോക്കണമെന്ന് 3-ാം അധ്യായത്തിൽ കാണും. വായിച്ചാട്ടെ 3-ന്റെ 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കണം. യേശു ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണം. ലോക മഹാന്മാരിൽ ഒരാളല്ല യേശു. $103 മില്യൺ ആളുകൾ ജനിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരെ പോലെ ഒരാളുമല്ല യേശു. യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. യേശു ജീവിച്ച കാലത്ത് പലരും പല നിലയിൽ പറഞ്ഞു. അരിമത്തയിലെ ജോസഫിൻ്റെ മോന്, മറിയുടെ മോന്,
പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സ്നാപകയോഹനനായിരിക്കാം എന്നൊക്കെ അന്നത്തെ ആളുകൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കും. ഇന്നും അതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് പല നിലയിലാണ് ചിന്തിക്കുന്ന ആളുകൾ. ചിലർ പറയാറുണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവമാണ് യേശു കേട്ടോ. ചിലർ പറയാനൊരു മഹാനായ മനുഷ്യനാണ് കേട്ടോ യേശു, ലോക ഗുരുവാണ് കേട്ടോ. എന്നത് പലതുമൊക്കെ പറയാറുണ്ട്. എന്നാൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയവർ ആരെന്ന് അറിയാം. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഭാവനയിലൂടെ അല്ല യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. യേശുവിൻ്റെ മഹത്വം കാണണമെങ്കിൽ, അവരാരെന്ന് അറിയണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കണം. നോക്കില്ല പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, ശ്രദ്ധിക്കാനുള്ള നേരമില്ല, സമയക്കുറവ്, ഒട്ടും നേരമില്ല, ഭയങ്കര തിരക്ക്. പണി ചെയ്യണം, ജീവിക്കണം, കാര്യങ്ങളിൽ നന്നായി നടക്കണം, ശ്രദ്ധിക്കേണ്ട സമയം വളരെ കുറവ്. സ്തോത്രം. ഒരിക്കലും പൊന്മാനുമായി സംഭാഷണം നടത്തി, സംഭാഷിച്ചുകൊണ്ടിരിക്കുക. പൊന്മാൻ കുരുകിലിനോട് പറഞ്ഞു, ചങ്ങാതി, ഈ മനുഷ്യരിൽ എത്ര സ്പീഡിൽ പോകില്ല, അതിവേഗത്തിൽ മനുഷ്യൻ യാത്ര ചെയ്യുക, ഒന്ന് സമാധാനത്തോടുകൂടെ യേശുവിനെ നോക്കാനുള്ള സമയമില്ല. ഇവരാരാ? മനുഷ്യനാണോ അതോ ദൈവമാണോ? ദൈവത്തിന്റെ പുത്രനാണോ? ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ വട്ടക്കറങ്ങി തുടങ്ങി. സോദരം, ഇവൻ എത്ര മഹാൻ! ശ്രദ്ധിച്ച് നോക്കുവിൻ. ലോകത്തിൽ ഒരുപാട് മഹാന്മാരുണ്ട്. പടവാളുയർത്തി, വില്ല് കുലച്ച്, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആയിരങ്ങളുടെ രക്തം ആറുപോലെ ഒഴുക്കി വീരന്മാരായവർ, മഹാന്മാരായവർ ധാരാളമുണ്ട്. യേശു അതിലൊരുവനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലരും സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തു, സിംഹാസനങ്ങൾ പിടിച്ചെടുത്തു, ഏറെ നാളെല്ലാം ഈ ലോകത്ത് ഉന്നതന്മാരായി ജീവിച്ചു, മരിച്ചു മൺമറഞ്ഞു, അഡ്രസ് തീർന്നു. യേശു സ്നേഹം കൊണ്ട് രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. കരങ്ങളോട് സ്തോത്രം പറയാമോ? അവന്റെ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. യേശുവിന്റെ രാജ്യം നിലനിൽക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ച് നോക്കാം. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ധാരാളം ആളുകൾ വന്നുകൂടി. ക്രൂശിന്റെ അരികിലൂടെ പലരും ഇങ്ങനെ കടന്നുപോയി. അതിലൊരു കൂട്ടം ആളുകൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നില്ല. ഇതാരാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്, എന്തിനാണ് കിടക്കുന്നത് എന്ന് ഒന്ന് നോക്കാൻ ഒരു നേരം, അല്പസമയം, കുറച്ചു നേരമില്ല ഒന്ന് നോക്കാൻ നേരമല്ലേ, സ്പീഡിലെ കിടന്നോ, പെട്ടെന്ന് കടന്നുപോയി. കടന്നു പോകുന്നവർ അവരെ തല കുലുക്കി പരിഹസിച്ചു എന്ന വായിക്കുന്നു. ഇന്ന് യേശുവിനെ പരിഹസിക്കുന്നവർ ധാരാളമുണ്ട്.
ശ്രദ്ധിച്ച് യേശുവിനെ നോക്കാൻ അവർ നേരെയല്ല. പരിഹസിക്കുന്നവര്, അവർ കടന്നു പോകുന്നവര്, നിൽക്കാൻ നേരമില്ല, സമയമില്ല. എന്നാൽ 4 പടയാളികളും ഒരു ശതാധിപനും കൂടെയാണ് യേശുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയത്. പടയാളികൾ 4 പേര് യേശുവിനെ പരിഹസിക്കുമ്പോൾ ശതാധിപൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ഇതാരായി കിടക്കുന്നേ? എന്തിനായി കിടക്കുന്നേ? രക്തം ഭാരിയായി മുൾമുടി ചൂടി ശരീരത്തിലൂടെ ചുടുരക്തം വന്നു പിടയുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ സാധാരണ മനുഷ്യനല്ല, ഇവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെ. എത്ര പറയാൻ കഴിയും? വിശ്വസിക്കുന്നവർ കരകളോട് പറ, യേശു ദൈവത്തിന്റെ പുത്രൻ തന്നെ. ഹല്ലേലൂയ! ഒരു സാധാരണ മനുഷ്യനല്ല, ഔസേപ്പിന്റെ മകൻ മാത്രമല്ല, ലോക ഗുരുക്കന്മാർ ഒരുവനല്ല, അവൻ ലോകത്തിലെ ചക്രവർത്തിമാരെ പോലെ ഒരുവനല്ല. അവനാരോ? ദൈവത്തിന്റെ ഓമന പുത്രൻ തന്നെ. യേശുവിനെ കന്നത്തടിച്ചവരുണ്ട്, കാർക്കിച്ചു തുപ്പിച്ചവരുണ്ട്, വിധി പറഞ്ഞവരുണ്ട്, മരണശിക്ഷ കേൾപ്പിച്ചവരുണ്ട്, ക്രൂശ് വരെ ചുമപ്പിച്ചവരുണ്ട്. യേശു അതിദാരുണമായി അവനെ ഉപദ്രവിച്ചവരുണ്ട്. അതവർ മാറിക്കട്ടെ. നീ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു? തീരുമാനമുണ്ട്. യേശു ദൈവത്തിന്റെ പുത്രൻ തന്നെ, എന്റെ കർത്താവാണ്, എന്റെ രക്ഷകൻ പറയാൻ എത്ര പേർക്കുണ്ട്? കരങ്ങളെ സ്വാതന്ത്ര്യം പറയണ്ട. യേശു എന്റെ കർത്താവ് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? യേശു എന്റെ രക്ഷകൻ പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം, സ്തോത്രം. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാനുലകിൽ കാണുന്നില്ല, എൻ പ്രിയനെ സുന്ദരന ആരെയും ഞാനുലകിൽ കാണുന്നില്ല, മേലും കാണുകയില്ല. ചെറുപാട് മണ്ണൻ പ്രതിമാണിക്കം പേടിയോടില്ല, ഈ മണ്ണൻ പ്രതിമാണിക്കം പേടിയോടില്ല. ശതാധികം പറഞ്ഞു പോയി. കുഷിപ്പടയുന്ന യേശുവിൻ്റെ പ്രാർത്ഥനാ സ്ഥലം കേട്ടുകൊണ്ട് പറയുക, എല്ലാവരും മരിക്കുമ്പോൾ എന്തെങ്കിലും ദൂഷണം പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. യേശുവിനെ കാണുന്നത് തൻ്റെ ഉപദ്രവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. കഠോരവേദനയിലും പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്നറിയോണ്ട് എന്നോട് ക്ഷമിക്കണമേ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ശതാധികം പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ. നിങ്ങളോട് ചോദിക്കുന്ന ആരാ? യേശു. പറ, ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ആമേൻ. ഒന്നുകിൽ പറ യേശു ലോക മനുഷ്യനെ പോലെ ഒരു മനുഷ്യന്, ഇല്ലെങ്കിൽ പറ ആമേൻ ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറ. ഇല്ല, മുഴു ലോകത്തിൻ്റെയും ദൈവം. സ്തോത്രം. കടന്നു പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കുഞ്ഞാട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ ഇത്ര പറയണത്? ധൈര്യം അറിയാമോ? യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. തുറന്ന സ്വർഗത്തിന്റെ കീഴെ സ്നാനം നടക്കുക. ആരുടെ സ്നാനം? ദൈവപുത്രന്റെ സ്നാനം. അപ്പോ സ്വർഗത്തിന്റെ ശബ്ദം കേൾക്കുക, ഇവനെന്റെ പ്രിയപുത്രൻ. സ്തോത്രം, സ്തോത്രം. ഇവരിൽ ഞാൻ
പ്രസാദിച്ചിരിക്കും. സ്നേഹിതരെ, ഒരു കൊച്ചു ജീവിതം 50-100 വർഷം ജീവിച്ചതുകൊണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ വലിയ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞു പറ്റുക. യേശുവാര എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഒരു വേദഭാഗങ്ങളോട് ചേർന്ന് വായിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 41 വരെ. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദേശയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ വലത്തും ഇടത്തും 2 കള്ളന്മാരുടെ കൊണ്ട്. ഒരു കള്ളൻ യേശുവിനെ അരികിലാണെങ്കിലും യേശു ആരാണെന്ന് അവൻ അറിഞ്ഞു. ഒരു കള്ളൻ സൂക്ഷിച്ചു നോക്കി, യേശുവിനെ സൂക്ഷിച്ചു നോക്കി. എന്തിനാ യേശു ക്രൂശിക്കപ്പെട്ടത്? എന്തിനാ യേശു മരിക്കുന്നത്? കുരിശുമരണം ഏറ്റവും കഠോരമേറിയ മരണമാണ്. കുരിശുമരണം ഭൂരിക്കാരായ മരണത്തെ കണ്ടുപിടിച്ചത്. ഏറ്റവും വലിയ കുറ്റവാളിയെ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിരിക്കുമ്പോ പരസ്യമായി അവനെ ഉപദ്രവിച്ച് ക്രൂശിക്കുന്ന പതിവുണ്ട്. ഏറ്റവും വലിയ കുറ്റവാളി എന്നറിയുവാൻ 2 കള്ളന്മാരെ ഒന്ന് വലത്തും ഇടത്തും നിർത്തിയിട്ട് യേശുവിനെ ക്രൂശിച്ചു. ഒരു കള്ളൻ നോക്കിയപ്പോൾ സാധാരണ മനുഷ്യനെന്ന് തോന്നി. മറുകള്ളൻ യേശുവിനെ ക്രൂശിച്ചു സൂക്ഷിച്ചു നോക്കി. സൂക്ഷിച്ചു പറഞ്ഞു, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അരുതാത്തൊന്നും. നാം സർവശിക്ഷാമതിയാണ് അനുഭവിക്കുക. നമ്മുടെ കുറ്റക്കാരാ. പക്ഷേ യേശു കുറ്റക്കാരനല്ല. നമുക്ക് പകരക്കാരനായി എനിക്ക് വേണ്ടി യേശു മരിക്കുക. ക്രൂശിലേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി മരിക്കുക. സ്തോത്രം, സ്തോത്രം. കൽവരി മലമേൽ നോക്കു നീ, കൽവരി മലമേൽ നോക്കു നീ, കാകരം ചേർന്നിതാ തൂങ്ങുന്നു, കാകരം ചേർന്നിതാ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണ പാവി, രക്ഷിതാവിനെ കാണ പാവി, നിന്റെ പേരല്ലയോ നിന്റെ പേരല്ലയോ കൃഷ്ണേ. സകല മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രൂശിൽ പടഞ്ഞ് മരിക്കുക. ഒരു കള്ളൻ പരിഹസിക്കുമ്പോൾ മറ്റേ കള്ളൻ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നാം സമശിക്ഷാവില്ല, ശിക്ഷിക്കപ്പെടരുത്. നമ്മൾ കുറ്റം ചെയ്ത ശിക്ഷ. അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അടുത്ത് പറയുന്നത് കേൾക്കണേ,
കർത്താവേ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരും. ഒരു സ്വതന്ത്രം പറ. യേശു സാധാരണ മനുഷ്യനല്ല കേട്ടോ. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും കേട്ടോ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? യേശു ആരാ? രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അനേക രാജമുടികൾ അവന്റെ തലയിലുണ്ട് കേട്ടോ. സ്തോത്രം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. യേശു ക്രൂശിൽ മരിച്ചു, അതോടുകൂടി അഡ്രസ്സ് തീരുമെന്നല്ല പറഞ്ഞത്. നീ മരിച്ചതിന് ശേഷം നീ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം പറ. നീ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. യേശു എന്ത് ചെയ്യും? കള്ളൻ്റെ അറിവ് നോക്കണേ. ക്രൂശിൻ്റെ അരികിൽ കിടന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ ക്രൂശിൽ കിടക്കുന്ന യേശു മരിക്കും, മരിക്കും, അവസാനിക്കത്തില്ല. മരിക്കും, അവസാനിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. മൂന്നാം ദിവസം നീ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. പിതാവിൻ്റെ അടുക്കൽ പോകും. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമോ? യേശു മടങ്ങി വരുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ വന്ന് ഓർത്തുകൊള്ളണമേ, എന്നെ വന്ന് ഓർത്തുകൊള്ളണം. കുരിശിൽ ലഭിച്ച് കടനോട് യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇന്നും നീ എന്നോട് കൂടെ പർദീസയിൽ, മറ്റാരെയല്ല, നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ലോക മഹാന്മാരിൽ ഒരാളല്ല യേശു കേട്ടോ. സ്തോത്രം, സ്തോത്രം. മുഴു ലോകത്തിൻ്റെ പാവം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു നോക്കാം. വിഷയത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധിച്ചു നോക്കാം. ശ്രദ്ധിച്ച് യേശുവിനെ നോക്കാം. സ്തോത്രം. യേശു ചരിത്ര പുരുഷൻ. യേശു ചരിത്ര പുരുഷൻ. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ ചരിത്രം എഴുതി തീർത്തു. സാറിന് മനസ്സിലായി? 2000 വർഷങ്ങൾക്കിപ്പുറമുള്ള ആളല്ല യേശു. സ്തോത്രം. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അപ്പോ യേശു എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ 333 പ്രവചനങ്ങളുണ്ട്. സ്തോത്രം പറഞ്ഞില്ലേ? 333 പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സ്തോത്രം. യേശു ഒരു കാര്യം പറഞ്ഞു: ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് ഒരു ആഴ്ചയുടെ 40 സങ്കീർത്തനം, 40 സങ്കീർത്തനത്തിന് 7ാമത്തെ വാക്യം തോന്നുന്നു. വായിച്ചേട്ടാ. ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും. ശ്രദ്ധിക്കണേ. ഇതാ ഞാൻ വരുന്നു. വരുന്നതിന് മുമ്പേ പറയാം, എനിക്കിതിന് മുമ്പേ പറയാം. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോ യേശുവിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഈ പുസ്തകം തുറന്നതിനെ പറ്റുമല്ലോ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പുസ്തകത്തിലേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. പുസ്തക ചുരുളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
നീ എമ്മോസിലേക്ക് 2 ശിഷ്യന്മാർ പോയല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റ് അന്ന് അന്ന് 2 പേര് എമ്മോസിലേക്ക് പോയി. എമ്മോസിലേക്ക് പോയപ്പോൾ അവർ പലരും പറഞ്ഞ് തർക്കിച്ചും വാദിച്ചൂടെ പോയി. അവിടെ പുറകെ യേശു 7 നാഴിക ദൂരം നടന്നു. അടുത്തൊരു കാര്യം പറഞ്ഞു, വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കാം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും പോയ എന്താ തർക്കം? അവർ ചിന്തിച്ചു യേശു രാജാവായിട്ട് വരും, നല്ലൊരു ഭരണമൊക്കെ കാഴ്ചവെക്കുന്നു. അവിടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി യേശു കൃഷി മരിച്ചു. അവിടെ ചിന്തകളെല്ലാം പോയി, നിരാശരായി. ഒരു നേരെ എമ്മോസിലേക്ക് പോവുക. ഇനി ഇവിടെ ജീവിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, യേശു മരിച്ചല്ല, കഥ കഴിഞ്ഞു, തീർന്നു. എന്നാൽ സംശയം പറഞ്ഞുകൊണ്ട് പോകുന്ന ഈ ശിഷ്യന്മാർ പുറകെ യേശു നടന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു പുറകെ, ശ്രദ്ധിക്കണേ, ഉയർത്തെഴുന്നേറ്റ് യേശു പുറകെ നടന്നു. സഹോദരങ്ങൾ എന്നായി പറയുന്നത്? നീ അറിഞ്ഞില്ല? ഇല്ല, യേശു മരിച്ചു, ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. സഹോദരൻ, യേശു പറഞ്ഞ കാര്യം, മണ്ടന്മാരെ, എന്താ പറഞ്ഞ? മണ്ടന്മാരെ, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നാൽ പലരും അബദ്ധം പറ്റിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പുസ്തകം തുറക്കത്തില്ല, ഒന്നുകളൊന്നും തുറന്നു നോക്കില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന കേട്ടുകൊണ്ടൊക്കെ നടക്കുക. സ്തോത്രം. സ്നേഹിതരെ, തിരുവെഴുത്തുകളെ നിങ്ങൾ പരിശോധിക്കൂ. മോശയ്ക്ക് പറയാനുള്ള യേശുവിനെ കുറിച്ചാ, വേറെ ആരെ കുറിച്ച് പറയാനില്ല. ന്യായപ്രമാണത്തിൽ നെടുനീളം എഴുതിയിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുകയില്ല യേശുവിനെ കുറിച്ച്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടോ, യേശുവിനെ കുറിച്ച് വേറെ ഒക്കെ പറയല്ലേ, യേശുവിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ലോകത്ത് പറയാനുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാനുള്ളൂ, വേറെ കുറിച്ച് പറയാനില്ല കേട്ടോ. സ്തോത്രം. അവരോട് യാത്ര ചെയ്ത് വീടോട് അടുത്തു. എവിടെ? വീടോട് അടുത്തു. യേശു മുമ്പോട്ട് ഭാവം കാണിച്ചു, പോയില്ല. ഭാവം കാണിക്കുന്നു. ഞങ്ങളോട് പറക്കാൻ നേരെ പോയി, പറക്കാനായി യേശു കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോ അപ്പം എടുത്ത് നുറുക്കി, അവർക്ക് കൊടുത്തു. അവരെ കണ്ണ് തുറന്നു. കണ്ണു തുറന്നപ്പോൾ യേശുവിനെ കണ്ടു. ആരെ കണ്ടേ? ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. കണ്ണു തുറന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഒന്ന് കൊടുത്തപ്പോൾ കണ്ടതാരെയാ? പറയട്ടെ, ഒന്ന് പറയും, കുഴപ്പമില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. സ്തോത്രം, 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 സ്തോത്രം. എന്ത് കണ്ടപ്പോഴാ യേശുവാണെന്ന് മനസ്സിലായത്? എന്ത് കണ്ടപ്പോഴാ യേശുവാണെന്ന് മനസ്സിലായത്?
മൂന്നാമത് ചോദിക്കുക, എന്ത് കണ്ടുകൊണ്ടാണ് യേശു എന്ന് മനസ്സിലായത്? അവൻ്റെ കയ്യിലെയും കാലിലെയും ആണിപ്പെടുതിൽ കണ്ടപ്പോൾ മനസ്സിലായത് യേശുവാണ്. സഹോദരം, അബദ്ധം പറ്റരുത്. കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറംകോട് വഴി പിടിച്ചിട്ടപ്പോൾ ഒരു മാങ്ങ വിൽക്കുന്ന ഒരുത്തനെ കണ്ടു. മാങ്ങ വിൽക്കുന്നു. അവൻ തൻ്റെ അനുഭവം പറഞ്ഞു. താൻ ക്യാൻസർ രോഗിയായിരുന്നു, സൗഖ്യം കിട്ടി. ഹോസ്പിറ്റലിൽ 3ാമത്തെ നിലയിൽ നിന്ന് ചാടിച്ചാകാനിരിക്കുമ്പോൾ സ്തോത്രം, ഒരശരീര ശബ്ദം കേട്ടു. അവൻ കുഞ്ഞേനി മരിക്കരുത്. ഞങ്ങളുടെ ആരാണ്? അത് യേശുവാണ്. സൗഖ്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ആ ശരീര ശബ്ദം കേട്ടോ? കേട്ടു. ആ രൂപം എങ്ങനെയുണ്ട്? ആ മനുഷ്യൻ പറഞ്ഞു, ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ക്രൂശുമായി നിൽക്കുന്ന ഒരു രൂപം. ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ക്രൂശുണ്ട്. ഞാൻ പറഞ്ഞു, യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ തൻ്റെ കൈ കാണിച്ചു കൊടുത്തു. ആ വിശ്വസിക്കാതെ മാറി നിന്ന വ്യക്തികൾക്ക് തൻ്റെ കൈയും കാലും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണ്. ശ്രദ്ധിക്കണമേ. ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് ഈ പുസ്തകത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് ആമേൻ സ്തോത്രം മുറിവേറ്റ കരങ്ങളുമായിട്ടാണ്. ആ കരം ഇന്നും മുറിവേറ്റ കരം. ആ കരം മുറിവേറ്റ കരവാ. സ്തോത്രം. ശ്രദ്ധിക്കാം. യേശു ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ, യേശു ജനിച്ചതുപോലെ ആരും ഇതുവരെ ജനിച്ചിട്ടില്ല. അവൻ ജനിച്ചത് സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ജനിച്ചത്. എങ്ങനെ ജനിച്ചത്? സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശു ജനിച്ചത്. ലോകമുണ്ടായത് മുതൽ സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെയെങ്കിൽ യേശു ലോകവ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാണ്. ഒരേ ഒരു ജനനം യേശുവിനുണ്ടായി. ആ ജനം സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചു. യേശു എന്തിനാ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത്? ആമേൻ. ഗലാത്യ ലേഖനം 3-ാമത്തെ ആയത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം ആമേൻ. കൊലോസ്യർക്കെഴുതിയ ഗലാത്യർ 4:4 വായിച്ചാണ്. ഗലാത്യർ 4:4. വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:4. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കാലസമ്പൂർണത വന്നപ്പോൾ യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോ സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശു മാത്രമേ ജനിച്ചു. ജനനത്തിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഹാബേലും ആമേൻ ഹവ്വായും ആദ്യത്തെ ദമ്പതികൾ ചിന്തിച്ചു, എൻ്റെ മകനായിരിക്കും സർപ്പത്തിന്റെ തല. സ്വതന്ത്രം അതവനും ഹവ്വയ്ക്കും കൂടെ ഒരു മകൻ ജനിച്ചു. അവൻ്റെ പേരെന്താ? എന്താ പേര്? കയ്യിൽ. അമ്മയുടെ പേരെത്തി. ജന്മം കണ്ടപ്പോൾ ഹവ്വ ചിന്തിച്ചു, എൻ്റെ മകനായിരിക്കും
എന്നെ ചതിച്ച സർപ്പത്തിൻ്റെ തല തകർക്കും. സ്വതന്ത്രം പ്രതീക്ഷയ്ക്കപ്പുറമായി സ്വന്തം സഹോദരൻ്റെ തലയെ തകർത്തു. സാത്താൻ്റെ തലയെ തകർക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞത് സ്ത്രീയുടെ സന്തതിയായ യേശു ആ സർപ്പത്തിൻ്റെ തലയെ തകർത്തത്. ഹല്ലേലൂയ. യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് പിശാചിൻ്റെ തലയെ അവൻ കാൽവറിയിൽ തകർത്തു കളഞ്ഞു. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, യേശു ജീവിച്ചതുപോലെ ആരും ലോകത്തിൽ ഇതുവരെ ജീവിച്ചിട്ടില്ല. സ്തോത്രം. യേശു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം പള്ളിയിലെ പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി വന്നു. മടന്നൊക്കെ ചോദിച്ചു, എന്താ യേശു നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അവർ പറഞ്ഞില്ലേ, യേശു സംസാരിച്ചതുപോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. സഹോദരം, യേശു സംസാരിച്ച എങ്ങനെയാണ്? അധികാരത്തോട് സംസാരിച്ചു. സ്തോത്രം. കാറ്റ് അടങ്ങുക എന്ന് പറഞ്ഞാൽ കാറ്റെന്ത് ചെയ്തു? അടങ്ങി. കടലെ അടങ്ങുക എന്ന് പറഞ്ഞാൽ കടലെന്ത് ചെയ്തു? അടങ്ങി. മരിച്ചവൻ്റെ കൈ പിടിച്ച് എന്ത് ചെയ്തു? ലാസറെ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ലാസർ എന്ത് ചെയ്തു? എഴുന്നേറ്റു. യേശു സംസാരിച്ചതുപോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ഇതുവരെ ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ആരും ഇതുവരെ മരിച്ചിട്ടില്ല. യേശുവിൻ്റെ മരണം വെറും മരണമല്ല, എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ മരിച്ചു. അത് ഓർക്കുന്നതാണ് ഈ അപ്പവീഞ്ഞികളിലൂടെ വച്ചിരിക്കുന്നത്. തിരുമേശ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കാൻ വേണ്ടി, നമ്മളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി വല്ലപ്പോഴുമൊക്കെ ഇതുപോലൊരു കൂട്ടായ്മ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ എന്നും നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുവാൻ തക്കവണ്ണം, സ്മരിക്കുവാൻ തക്കവണ്ണം അതാണ് ഈ തിരുമേശയുടെ വച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഇഷ്ടം. ഒരു ഭാഗം വായിച്ചിട്ട് കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ എഴുതിയിരുന്നത് പോലെ മരിച്ചു. ആരും വന്ന് യേശുവിനെ അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയതല്ല, ക്രൂശിക്കാൻ വെറുതെ കൊണ്ടുപോയതൊന്നുമല്ല. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാർ മുഴുവനും യേശുവിൻ്റെ ക്രൂശ് മരണത്തെ മുന്നേ ചൂണ്ടിക്കാണിച്ചു. സ്തോത്രം. ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല യേശുവിൻ്റെ ക്രൂശ് മരണം. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു ചെയ്തു, മരിച്ചു. സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ മരണം മറ്റുള്ളവരുടെ മരണം പോലെ അല്ല. യേശു നമുക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ മതി, യേശുവേ എനിക്ക് വേണ്ടി നീ ക്രൂശിൽ മരിച്ചു. ഞാൻ പാപിയാ, ഞാനാണ് ഈ ക്രൂശിൽ മരിക്കേണ്ടത്. പക്ഷേ എനിക്ക് പകരക്കാരനായി എൻ്റെ പാപം ചുമന്നുകൊണ്ട് നീ ക്രൂശിൽ മരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണമേ. ഒന്ന്, യേശുവിന്റെ പുലാരില്ല. യേശു മഹാദൈവം. സ്തോത്രം. ആമേൻ. കർത്താവിനെ പോലെ ലോകത്തിൽ ആരും ജയിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. യേശുവിനെ പോലെ സംസാരിച്ചിട്ട് ആരുമില്ല. യേശുവിനെ പോലെ പരമയാഗമായി തീർന്ന ആരുമില്ല. യേശു ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിന്മേൽ കയറി നമ്മെ സ്വതന്ത്രരായി തീർക്കുവാൻ, നമ്മെ വിടിവിക്കുവാൻ, പാപക്ഷമ നൽകുവാൻ കർത്താവ് ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. യേശു മരിക്കുക മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ ആരും ഇതുവരെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. സ്തോത്രം. യേശു മാത്രമേ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. സ്തോത്രം. വേദപുസ്തകത്തിൽ മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി 1:2 വാക്യം ഒന്ന് വായിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തി 1:2 വാക്യം. അവൻ കഷ്ടമനുഭവിച്ചതിന് ശേഷം 40 നാളോളം അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിക്കണേ, ഉയർത്തെഴുന്നേറ്റത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് ലോക ചരിത്രത്തിൽ യേശു എല്ലാവരും ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, സ്തോത്രം. ഉന്നതന്മാർ ജീവിച്ചു, മരിച്ചു, മൺമറഞ്ഞു. അവരുടെ സാമ്രാജ്യങ്ങൾ തകർന്നു, അവരുടെ രാഷ്ട്രങ്ങൾ തകർന്നു. അവരുടെ ഇരുന്ന സിംഹാസനങ്ങളെല്ലാം വെറും കാഴ്ചവസ്തുക്കളായി കാഴ്ചവസ്തുക്കളായി മാറിയപ്പോൾ യേശു മാത്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്കായി കടന്നു ചോദിച്ചാൽ, യേശു ഇന്ന് ജീവിക്കുന്നു. മരിച്ചു മൺമറഞ്ഞപ്പോ ഒരു അന്നെ പോലെയല്ല, യേശു ഇന്ന് ജീവിക്കുന്നു. സ്തോത്രം. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ സുഖത്തേ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:23 2:23 നസറേയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താൽ മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അതിൽപ്പെട്ട കയ്യാൽ തറപ്പിച്ച കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഈ ലോകത്ത് മരണം പിടിച്ചു വയ്ക്കാത്ത ഒരൊറ്റ വ്യക്തിയാണ് യേശുവേ. ഒരു സ്വത്രം പറയാമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ മരണത്തെ ജയിച്ച യേശു അല്ലാതെ വേറെ ജയിച്ചിട്ടില്ല. മരണം പിടിച്ചു വെച്ചു. സ്വതന്ത്രം. പക്ഷേ പിതാവായ ദൈവം വന്ന് ആ കല്ലറയിൽ ഇറങ്ങി വന്നിട്ട് അവൻ്റെ മരണഭാഷകൾ എന്ത് ചെയ്തു? അഴിച്ചിട്ട് പിന്നെ അവനെന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഒരു സ്വതന്ത്രം പറയാമോ? യേശു ഉയർന്നതുകൊണ്ടാണ് ദൈവപുത്രനെന്ന് ലോകം മുഴുവനും അറിയുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റത് യേശു അല്ലാതെ വേറെ ആരും ഉയർത്തെഴുന്നേറ്റില്ല. അവരെല്ലാം കല്ലറയിൽ നിന്നുണ്ട് കേട്ടോ. കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ്. സ്തോത്രം. ജീവിച്ചിരുന്നവരും മിടുക്കന്മാരായിരുന്നു, രാജ്യതന്ത്രജ്ഞന്മാരായിരുന്നു, ഭരണകർത്താക്കളായിരുന്നു. അനേകരെ വെടിവെച്ച് കൊന്നിട്ട് വീരസിംഹാസനം നേടിയതില്ല. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടില്ലേ? വാളെടുത്തവൻ, വില്ല് കുലച്ചവരെ വില്ലാളി വീരന്മാരെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. വാളെടുത്തവരെ മഹാന്മാരെന്ന് പറഞ്ഞു. കൽപ്പക്കൂടം കഴിഞ്ഞപ്പോൾ അവര് മഹാന്മാരെന്ന പദവിയല്ല, ദൈവങ്ങളായി മാറി, ദേവന്മാരായി മാറി. എന്നാൽ യേശു ആമേൻ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരണം അവരെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ വലിയ സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്തോത്രം, മരണം അവരെ തോൽപ്പിച്ച് കളഞ്ഞു. മരണത്തെ ജയിച്ചത് യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണമേ, യേശുവിന്റെ ജനനത്തിന് പ്രത്യേകതയുണ്ട്, ജീവിതത്തിന് പ്രത്യേകതയുണ്ട്, സംസാരത്തിന് പ്രത്യേകതയുണ്ട്. ആമേൻ. മരണത്തിന് പ്രത്യേകതയുണ്ട്, ഉയർച്ചെഴുന്നേൽപ്പിന് പ്രത്യേകതയുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റത് ആരും ഇതുവരെ ഉയർത്തുന്നില്ല. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹൃദയം കലകി പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. വായിച്ചാണ് 14 യോഹന്നാൻ. ആ ആ ആ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാനിതാ പോകയാ. ഈ ചിന്ത പറയാ, ശിഷ്യന്മാരോട് പറയാ, ഞാനിതാ പോകയാ. എവിടെയെന്നറിയാൻ പോകുന്നത്? എൻ്റെ പിതാവിൻ്റെ വീട്ടിലോട്ട് പോകാൻ. സ്വന്തം പറഞ്ഞാട്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോകയാ. എന്തിനാ പോകുന്നറിയാമോ? നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടി പോകയാ. ഇവിടെ ഭയങ്കര സ്ഥലമൊരുക്കുക നടന്നുകൊണ്ടിരിക്കുക. അടുത്തെന്താ പറഞ്ഞേ? ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരുന്നതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്ക് ചേർത്തു. ശ്രദ്ധിക്കണേ, യേശു ജീവിച്ചിട്ടൊന്നും പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ പോവുകയാണ് സ്വർഗ്ഗത്തിൽ. സ്തോത്രം. ഞാൻ മരിക്കും, ഞാൻ സ്വർഗ്ഗത്തിൽ പോകും പിതാവിൻ്റെ അടുക്കൽ. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയിട്ട് ഞാൻ മടങ്ങി ഇനിയും വരും. ഞാൻ മടങ്ങി. ഈ അപ്പവീഞ്ഞികൾ എന്താ പറയുക കേട്ടോ? അപ്പവീഞ്ഞ് പറയുക യേശു മടങ്ങി വരുമെന്ന്. ഇത്ര ഒരു സന്തോഷമുണ്ട് യേശു മടങ്ങി വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരിച്ച യേശു, കഷ്ടമനുഭവിച്ച യേശു ആമേ മടങ്ങി വരുമെന്ന് ഈ ആമേ അപ്പവീഞ്ഞികൾ പറയുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയും, വചനം പറയുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി രണ്ടാമതവൻ പ്രത്യക്ഷനാം. യേശു വരും. ആരും എന്തില്ലെങ്കിൽ ആര് വരും? യേശു വരും നമ്മെ ചേർക്കാം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേക്കാരുടനായി വന്നിടുന്നേ 10,000 പേർകളിൽ സുന്ദരനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരനാ തന്നെ കോപേരൂപം തന്റെ ഒരു വിശുദ്ധിയെ തികച്ചുള്ള ഒരു വിശുദ്ധിയെ തികച്ചുള്ള ഒരു പ്രിയൻ വരുവതില്ല തന്റെ വാക്കുകൾ വലതും നിറവേറുന്നേ ഒരുങ്ങീട തന്റെ വാക്കുകൾ വലതും ഒരുങ്ങീട. കർത്താവ് മടങ്ങി വരും. സത്യസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. സ്തോത്രം, സ്തോത്രം. ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കും. ഭയങ്കര ന്യായവിധി ഈ ഭൂമിയിലേക്ക് അയക്കും. അതിനു മുമ്പ് കർത്താവിൻ്റെ വരലെടുക്കപ്പെടുക. ദൈവം നമുക്ക് എല്ലാവരും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സഹായം കഴിഞ്ഞിട്ട്
ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി പോകണം. ഞാൻ പ്രസംഗം നീട്ടാൻ താല്പര്യപ്പെടുന്നില്ല. ശ്രദ്ധിച്ചൊരു കാര്യം കൂടെ പറയട്ടെ. യെരുശലേമിൽ ഒരു മനുഷ്യൻ യെരിഹോവിലോട്ട് പോയി. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവൻ അടിച്ചവനെ മുറിവേൽപ്പിച്ചു. അർത്ഥപ്രണനായി ഇട്ടേച്ചു പോയി. കള്ളനെ ചെയ്യാൻ കഴിയുന്ന 3 കാര്യമുണ്ട്: അടിക്കും, മുറിവേക്കും, ഇട്ടിട്ട് പോകും. അടിക്കും, മുറിവേൽപ്പിക്കും, ഇട്ടേച്ച് പോകും. പലരും അതിൽ കടന്നുപോയി. ഒന്നൊരു പുരോഹിതനാ പോയെ. ഒന്നൊരു പുരോഹിതൻ. അരവയ പുരോഹിതൻ കാണാത്ത പാപം നടിച്ചു പോയി. കാണാത്ത രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാത്ത പാപം നടിച്ച് പോയി. ഒരു ലേവിന് പോയി. അവരും കാണാത്ത പാപം നടിച്ച് പോയി. ഈ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അവനെ വേണ്ട ശുശ്രൂഷ ചെയ്യാനോ ഇവർ കഴിഞ്ഞിട്ടില്ല. ലേവിന് കഴിഞ്ഞില്ല, പുരോഹിതന് കഴിഞ്ഞില്ല. കടന്നുപോയി. 3-ാമതൊരു ശമര്യനെതിരെ കടന്നു വരുന്നു. അവരടുത്തു ചെന്ന് അവരുടെ മനസ്സ് അലിഞ്ഞ് എണ്ണയും വീഞ്ഞും പകർന്നു എൻ്റെ മുറിവുകൾ കെട്ടി. തകർന്നു കിടക്കുന്നവൻ്റെ മുറിവ് കെട്ടി. വീഞ്ഞു കുടിക്കാൻ കൊടുത്തു. കൊടുത്തിട്ട് ഇട്ടിട്ട് പോയില്ല. എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. നിന്നെ എന്നെ മുറിവ് കെട്ടിയവൻ, നിന്നെ എന്നെ തിരഞ്ഞു വന്നവൻ, നിന്നെ ഇവനെ അന്വേഷിച്ചു വന്നവൻ, തകർന്നു കിടന്ന മുറിവ് കെട്ടിയതിനായി സ്തോത്രം പറയാമോ? മുറിവ് കെട്ടി, ഇട്ടിട്ട് പോയില്ല. തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. ഇവിടെ ഒരു വഴിയമ്പലക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. സോദരം പറഞ്ഞു 2 കാശ് കൊടുത്തു. എവിടുത്തെ എത്ര കാശ് കൊടുത്ത പഴയ നിയമവും പുതിയ നിയമവും 2 കാശ് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു ഇവനെ രക്ഷ ചെയ്തോളൂ, അവനെ രക്ഷ ചെയ്തോളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധികമല്ലോ ചെറുട്ട, ഞാൻ മടങ്ങിയിരുമ്പോൾ തരാം. വാർത്തോളം കേട്ടോ, അധികം ചിലവാക്കുന്നുണ്ട്. സ്തോത്രം പറ, സ്തോത്രം പറ. നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട് കേട്ടോ. ദൈവം കാണാത്ത ഭാവം കടിച്ചു പോകണവനല്ല കേട്ടോ. നീ കർത്താവിനോട് എന്തൊക്കെ ചെയ്തു അതൊക്കെ അവന്റെ സ്മരണയുടെ പുസ്തകത്തിലുണ്ട്. അധികമല്ല ചിലവിടെ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് ആ നല്ല ശിവരൻ പോയി. ഇപ്പം മുറിവേറ്റ മനുഷ്യനെല്ലാം എന്ന് വെച്ച് രാവിലെ ആ ശമര്യം പോയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് വരും എന്നെ മുറിവേറ്റ് എൻ്റെ മുറിവുകളെ കെട്ടി എന്നെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയ ആ നല്ല ശൗര്യൻ വരാമെന്നാ പറഞ്ഞത്. വന്ന് എന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താ സഹോദരൻ നീ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ശമര്യം പോയ സ്ഥലത്തൂടെ നീ നോക്കിക്കൊണ്ടിരിക്കല്ലേ? ആരെ നോക്കുന്നു? അതെന്നെ മുറിവേറ്റി ഇവിടെ കൊണ്ടാക്കി എന്നോട് പറഞ്ഞു മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ കള്ളരെല്ലാം മടങ്ങി വരാമല്ല, മടങ്ങിയ ദിവസം വരും. എന്നെ വീട്ടിൽ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നോക്കി കാത്തിരിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവന്റെ വീട്ടിൽ പോകാൻ? മുറിവ് കെട്ടി അവന്റെ വീട്ടിൽ പോകാൻ. സ്വതന്ത്രം തകർന്നു കിടന്ന നമ്മെ ശുശ്രൂഷിച്ച മുറിവ് കെട്ടിയ യേശു മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയെ. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം. താമസിയ മടങ്ങി വരുമ്പോൾ സ്തോത്രം നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അടുത്ത എഴുതിക്കിങ്ങനെ താനിരിക്കുന്നിടത്ത് എന്നെ ഇരുത്തേണ്ടതിന് പിന്നെ എന്നെ നീയും ചേർത്തുകൊള്ളും, എന്നെ ചേർത്തുകൊള്ളും, എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനിവിടെ പറഞ്ഞ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പോലെ ആരുമില്ല, യേശു പോലെ ആരുമില്ല, ആരും. സ്തോത്രം, സ്തോത്രം. ലോകമഹാന്മാരെ പോലെ ഒരുവനല്ല, ഇവൻ്റെ ഏറ്റവും വലിയ മഹാൻ. എത്ര മഹാൻ! സൂക്ഷിച്ച് 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 നോക്കണം, സൂക്ഷിച്ച് നോക്കണം. യേശുവരാണ്. സ്തോത്രം. ഈ പുസ്തകം തുറന്ന് ഈ പുസ്തകത്തിൽ നോക്കണം. സ്തോത്രം. ഈ ഓരോ പേജിൽ യേശു. ഇതിന്റെ ഓരോ പേജിൽ വീണ്ടെടുപ്പാൻ യേശുവിനെ കാണാം. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ശ്രദ്ധിക്കണേ, ഒരുത്തരുമില്ല കേട്ടോ, സ്വർഗത്തിലുമില്ല, ഭൂമി. ഇഷ്ടം. ഈ യേശു നമ്മുടെ രക്ഷ, യേശു നമ്മുടെ ദൈവം. സ്തോത്രം. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചില്ല, യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചില്ല. സ്തോത്രം. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചില്ല, യേശു മരിച്ചതുപോലെ ആരും മരിച്ചില്ല, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തില്ല. യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇനി വേറെ ആരും വരുന്ന യേശു മാത്രമേ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിൽ ലളിതമായി പറഞ്ഞത് കാണുമെന്നറിയാമോ? ചില പുതിയ വിശ്വാസികളൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം, സ്തോത്രം. കാരണം അടിവരയിട്ട് ഓരോ തൊട്ട് 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 കാര്യമായിട്ട് പറഞ്ഞു. സ്തോത്രം. വേറെ ആരെങ്കിലും കേട്ടോ, വേറെ ആരെങ്കിലും കേട്ടോ, കൈ ഒന്ന് ഉയർത്തി പിടിക്കാമോ? യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മാത്രം മതി. ചേർന്ന് പാടാം. യേശു സമയം വളരെ കുറവാകുന്നുണ്ട്. എന്നോട് നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്തൃമേശ എടുക്കാനുള്ളവർ എഴുന്നേറ്റ് ആരെ വാക്ക് സാക്ഷിച്ചിട്ടിരിക്കണം. എനിക്ക് ഈ കർത്തൃമേശ എടുക്കാൻ പ്രാഗൽഭ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാതെ സമയം ഇന്ന് ഒട്ടുമില്ല. ഇനി 12 മണിയോട് തന്നെ എനിക്ക് പോകേണ്ട. സ്തോത്രം. കർത്തൃമേശ എടുക്കാനുള്ളവർ